നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ, പ്രത്യേകിച്ച് വിഷമഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു എഴുത്തുകാരൻ ലോകത്തെ നേരിടാൻ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് 3 ആയുധങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രവാസം, രണ്ടാമത് കൗശലം, കണ്ണിങ്നെസ്, കണ്ണിങ്നെസ്, മൂന്നാമത് മൗനം, സൈലൻസ്. ഇത് ഏതാണ്ട് കല്ലിൽ കൊത്തിവച്ച അക്ഷരമായി ഈ നൂറ്റാണ്ടും ഇത് തുറന്നു വരുന്ന നൂറ്റാണ്ടുകളിലും നാം കൊണ്ടു നടക്കുന്നു. പ്രത്യേകിച്ച് ഈ കൗശലം എന്നുള്ളത്, പ്രവാസത്തിലേക്ക് പിന്നെ വരാം, ഈ കൗശലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഴുത്തുകാരെ മൗനികളാക്കിക്കൊണ്ടിരിക്കുന്ന, എഴുത്തുകാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ സർഗാത്മകത വിരചിക്കണം എന്നതിന് ഏറ്റവും എഴുത്തുകാരൻ്റെ തുണീരത്തിൽ, ആയുധപ്പുരയിൽ വേണ്ട ഏറ്റവും വലിയ ആയുധം കൗശലമാണ്. കണ്ണു വെട്ടിച്ച് എഴുതുക എന്നുള്ളത്. ഇതൊന്നും സാധിക്കാത്ത ഭൗതിക സാഹചര്യം അതിനെ അനുവദിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പ്രവാസമാണ്. ഈ പ്രവാസം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, അടുത്ത നടപടി ഏതാണ്ട് മരണത്തോടടുത്ത് നിൽക്കുന്ന ആ നടപടി മൗനമാണ്. അങ്ങനെ എഴുത്തിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ റോള് എന്നും വഹിക്കുന്ന ഒരു മനുഷ്യാവസ്ഥയുടെ പേരാണ് പ്രവാസം. ഈ ജോയ്സിന് തന്നെ നാട് വിടേണ്ടി വന്നു. അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ പോവുകയും അയർലൻഡ് വിട്ട് സ്വിറ്റ്സർലൻഡിൽ പോവുകയും അവിടെ മരണമടയുകയും ചെയ്തു.